മുസ്ലിയാക്കന്മാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഇങ്ങനെ പാടി വെക്കുക, പിന്നെയും പാടി വെക്കുക, അങ്ങനെ ശീലിച്ചുണ്ടാക്കുകയാണ്. കാരണം അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കണമല്ലോ. ഈ ശിർക്ക് പഠിപ്പിക്കുകയാണ്, ഈ ശിർക്ക് താളമേളങ്ങളോട് അവതരിപ്പിക്കുകയാണ്, ആളുകളെ ആകർഷിപ്പിക്കുകയാണ്. എന്നിട്ട് ആളുകളെ ഈ ശിർക്കിലും കുഫറിലും തളച്ചിടാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ബുർദാസ്വാദന സദസ്സുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ സഹോദരങ്ങളെ, ഈ ഹറാമിന്റെ ചന്തകൾ നടക്കുന്ന സ്ഥലത്ത് ഹാജരാകുന്നത് പോലും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമാവും. ശക്തി കൊണ്ട് തടുക്കാൻ കഴിയുന്നവൻ തടുക്കട്ടെ, അല്ലാത്തവൻ നാവ് കൊണ്ട് എതിർക്കട്ടെ. അതിനും കഴിയാത്തവൻ അതിനോട് വിസമ്മതിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് മാറി നിൽക്കട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഈ ശിർക്കും കുഫറുമുള്ള ബുർദയാണ് സദസ് കേരളം മുഴുവൻ ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഷിയാക്കളിൽ നിന്ന് ഷിയാക്കളുടെ മൗലിദ് ചൊല്ലി ശീലിച്ചൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് അതിവിടെ അവതരിപ്പിക്കാണ്. മുസ്ലിയാക്കന്മാരിന്ന് പാടിയിട്ട് ജനങ്ങളെ കൊണ്ടിങ്ങനെ. നേരത്തെ ഒരുത്തം പറഞ്ഞു, ഞങ്ങളെ മലപ്പുറം ഭാഗത്ത് ചില കാക്കാര് മൂന്നിട്ടുള്ള ടോർച്ച് കൊടുത്തിട്ട് തലയെക്കെട്ടും കെട്ടിയിട്ട് മൗലായ സലീവ കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. അത് ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞോളൂ. ആ മനുഷ്യന്മാരോട് നിങ്ങൾ പറഞ്ഞെടുത്ത് എന്താ വലിയ കൂലി കിട്ടുന്നാണ്. അവർക്കിത് എവിടെയാ മുറിക്കേണ്ടത്, എവിടെയാ നിർത്തേണ്ടതെന്ന് അവർക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ എവിടേക്കാ മുറിച്ചത്? മൗലായ സലീവ സാ അവിടെ മുറിക്കാൻ പാടില്ല എന്നാ, സല്ലി വ സല്ലിം എന്നാ. കവിതയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓൽക്ക് വയ്ക്കണ മാതിരി ചൊല്ലി അവരോട് നിങ്ങൾ പറഞ്ഞത് ഇബാദത്താന്നല്ലേ, ഉസ്താദ് വരുവോളം ചൊല്ലിക്കോളി മൗലായ ഓലങ്ങനെ കാക്കാര് ചൊല്ലി. എന്നിട്ട് ഇപ്പൊ അരോചകം, കേൾക്കാൻ തന്നെ ഒരു അരോചകം. അപ്പൊ കേൾക്കാൻ നല്ല ഉഷാറാക്കിയിട്ട് ഞങ്ങളിത് അവതരിപ്പിക്കുന്നു. എന്നാലും നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് ചൊള്ളിക്കപ്പിച്ചൊക്കെ എൻ്റെ സ്റ്റൈലാക്കി തരാ, ഒന്ന് നിൽക്കണം നിങ്ങള് എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന് പണമുണ്ടാക്കാൻ. ഇതൊക്കെ മതവാണിഭമാണ്, മതക്കച്ചവടമാണ്. ആ കച്ചവടം നിലനിർത്താൻ സുന്നത്തിനല്ല സമ്പത്തിനാണ് പ്രാധാന്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നിസ്കാരമൊന്നും സ്റ്റൈല് മതിയാവില്ല. 6-ാം നൂറ്റാണ്ടിലെ ബാങ്ക്, 7-ാം നൂറ്റാണ്ടിലെ ബാങ്ക്, അല്ലാഹു അക്ബർ, അങ്ങനെ സ്റ്റൈല് മാറ്റണം. നമുക്ക് നിസ്കാരം 1400 കൊല്ലമുള്ള നിസ്കാരം മോഡിഫൈ ചെയ്യണം. സാധനം പഴയ തന്നെ, എന്നാലും മോഡിഫൈ ചെയ്യണം എന്ന് പറയുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. ഇനി സുഹൃത്തുക്കളെ, ഞങ്ങളെക്കുറിച്ച് പറയാറുള്ളത് ഞങ്ങൾ ദീനിനെ വെട്ടിച്ചുരുക്കുന്നവരാണ്, ഞങ്ങൾ ദുആ ഇല്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് പല ഡിസ്കൗണ്ടും പേര് കൊടുക്കുന്ന. നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന വേണ്ടതില്ല, ഡിസ്കൗണ്ട്. പിന്നെ 20 റക്അത്ത് തറാവി ഡിസ്കൗണ്ട് 11 മതി. മരിച്ചോർത്ത് ഖുർആൻ വേണ്ടതില്ല, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ വേണ്ടതില്ല, മഖറിൽ ചെന്ന തൽഖീൻ വേണ്ടതില്ല. പിന്നെയോ 3-ന്റെ 7-ന്റെ 14-ന്റെ ചോറ് കൊടുക്കൽ, സദ്യ കൊടുക്കൽ വേണ്ടതില്ല, 40-ന്റെ വേണ്ടതില്ല, ആണ്ട് തികയുന്നെന്ന് വേണ്ടതില്ല, റബീഉൽ അവ്വലിലെ മൗലിദ് വേണ്ടതില്ല. ഒക്കെ ഡിസ്കൗണ്ട്, എല്ലാം ഡിസ്കൗണ്ടാണ് മുജാഹിദീങ്ങൾക്ക്. വെട്ടിച്ചുരുക്കി, ദീനിനെ വെട്ടിച്ചുരുക്കി. ഈ ഒരാക്ഷേപം എത്ര കാലമായി പറയുന്നു. ഞങ്ങൾ പറഞ്ഞത് എന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. അള്ളാഹു അവസാനത്തെ ഹജ്ജിലിറക്കിയ ആയത്തിൽ പറഞ്ഞു, ഈ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. ഇതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇതിൽ പെടാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഈ അടിസ്ഥാനത്തിലാണ് സ്വഹാബത്ത് പ്രവർത്തിച്ചത്. ഒന്നും ദീനിൽ കൂട്ടിച്ചേർക്കാൻ അനുവദിച്ചിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ച ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ തിരുത്തി കൊടുത്തു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണമെന്നാ. വലം യഖുൽ വൽ യുസല്ലി അലാ റസൂലില്ലാ, അള്ളാഹിന്റെ റസൂലിന് ഒരു സ്വലാത്ത് പറയട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. തിരുത്തി കൊടുത്തു. ദിക്ർ ഹൽക്ക നടത്തുന്നവരെ പള്ളിയിൽ നിന്ന് ആട്ടിവിട്ടു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറാണ്. പക്ഷെ വട്ടത്തിലിരിക്കുക, നടുക്കൊരാള് ചെറിയ കല്ല് നീക്കുക. അങ്ങനെ കല്ലുകൊണ്ട് എണ്ണം പിടിച്ചൊരു ദിക്റും ദിക്ർ ഹൽക്കയും റസൂല് കാണിച്ചു തന്നിട്ടില്ല എന്നതുകൊണ്ട് സ്വഹാബികൾ അവരെ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ ദിക്റല്ലേ ദുആല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്വഹാബികൾ ഒരിക്കലും ബിദ്അത്തുകൾക്ക് കൂട്ടു നിന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ കൂട്ടപ്രാർത്ഥന എതിർക്കുമ്പോൾ, നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന ഇല്ല, ഓരോരുത്തരും ഒറ്റക്ക് ദുആ ചെയ്യാണ് വേണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ, കണ്ടോ ദുആനെ എതിർക്കണ്, കണ്ടോ നല്ലൊരു കാര്യമല്ല. ഈ വിവരമില്ലാത്ത സാധാരണക്കാർ വേക്കിൽ ഓൽക്ക് ദുആയൊന്നും അറിയില്ല. ഉസ്താദ് എങ്ങനെ ദുആർക്കുമ്പോൾ ആമീൻ ആമീൻ എന്നാണ്, എത്ര നല്ലൊരു കാര്യമാണ്. അതിനല്ലേ ഹോബികൾ എതിർക്കണത്. ഇവർ ദുആ ഇല്ലാത്തവരാണ്, ഇവർ സലാത്തില്ലാത്തവരാണ് എന്ന് പറയും. കണ്ടോ? എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിയാക്കന്മാര് സത്യം പറയാറുണ്ട്, സത്യം പറഞ്ഞു പോകുന്നതാണ്. നിസ്കാര ശേഷമുള്ള ഒരു സലാത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അത് നമ്മൾ ഏൽപ്പിക്കാറുണ്ടാക്കിയതാണ് എന്ന് പറയാൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷേ അവസാനം അതിലെ സത്യം അറിയാതെ പുറത്തു വന്നു. അമ്പലക്കടവ് ഫൈസിയോട് ചോദിച്ചത് മറുപടി ഒന്ന് കേട്ടോളിക്കള്. ദ്വാന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം?
നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചില 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസാല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാൻ്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലമ ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. അതാണ് എൻ്റെ സമീപനം. മസല അതാണ്. പക്ഷെ മുജാഹിദീങ്ങൾ പറഞ്ഞാൽ നമ്മൾ എതിർക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്തേ പറഞ്ഞു, ദുആ ഇല്ല എന്ന് പറഞ്ഞോ? ഒരാൾ ദുആ എന്നിട്ട് മറ്റേ ആമീൻ പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ആ പ്രത്യേക സമയം പ്രത്യേക സ്ഥലമാണിത്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. 20,000 ഭക്തർ റസൂൽ നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. റസൂൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, മഅ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞു തരും. ലൈഫായ ഹദീസും കൂടി ഇല്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടൊരു കൂട്ടപ്രാർത്ഥന ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ബിദഅത്തായി. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞേ. ഇപ്പൊ സലാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സമ്മതിച്ചില്ലേ? ഞങ്ങൾ സലാത്തില്ലാത്തല്ലോ നിങ്ങൾ പറഞ്ഞത്. ഏപ്പിക്കാരെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ലേ? ഏപ്പിക്കാർക്ക് ഈക്കാർക്കൊക്കെ നിങ്ങൾ ലൈസൻസ് കൊടുത്തല്ലേ, സലാത്തല്ലേ നല്ലതല്ലേ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പൊ സലാത്ത് വക പെട്ടി ആരുണ്ടാക്കിയതാ? ഒരു 10-25 കൊല്ലം മുമ്പ് നിങ്ങളെ പള്ളിന്റെ മുമ്പിൽ സലാത്ത് വക പെട്ടി ഉണ്ടോ? എന്നിട്ട് പെട്ടിയിൽ പൈസ ഇടുക, എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചീരിനി ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ വാർഷികം സലാത്ത് 5ാം വാർഷികം പുത്തൂരിൽ, മംഗലാപുരത്ത് ചെന്നപ്പോൾ 8ാം വാർഷികം, ഉള്ളാളത്ത് ചെന്നപ്പോൾ 9ാം വാർഷികം, കാസർഗോഡ് ചെന്നപ്പോൾ 15ാം വാർഷികം. ഒരേ സലാത്തിന് വ്യത്യസ്ത ഡേറ്റ് ഓഫ് ബർത്ത്. എന്തേത് പെട്ടി സലാത്ത് ഇവരുണ്ടാക്കിയതാ. അപ്പൊ ഇസ്ലാമിലില്ലാത്ത സലാത്തും ഇസ്ലാമിലില്ലാത്ത ദിക്റും ഇസ്ലാമില്ലാത്ത ദുആ നിങ്ങൾ കൊണ്ടുവന്നു. ദുആ നല്ലതാണ്, സ്വലാത്ത് നല്ലതാ. ഒരാൾ പറയാം റോഡ് മുറിച്ചെടുക്കുമ്പോൾ 3 സലാത്ത് സുന്നത്താണ്, തെങ്ങുമ്മ കയറുമ്പോൾ 5 സലാത്ത് സുന്നത്താണ്, പുഴ നീന്തി കിടക്കുമ്പോൾ 6 സലാത്ത് സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞാൽ, തിരക്കുള്ള ടൗണിൽ നിന്ന് റോഡ് മുറിച്ചെടുക്കുമ്പോൾ 8 സലാത്ത് സുന്നത്താണ്. ഇങ്ങനെ ഓരോ എണ്ണം ഒരാൾ നിശ്ചയിച്ചാൽ അത് ബിദഅത്തായില്ലേ? ബിദഅത്ത് അങ്ങനെ എണ്ണം നബി നിശ്ചയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാത്ത എണ്ണം നിങ്ങൾ നിശ്ചയിച്ചപ്പോൾ നിങ്ങൾ 70,000 ദിക്റ്. തെരീക്കത്തേരെ കയ്യിലും തബ്ലീഗിയുടെ കയ്യിലൊക്കെ കാണുന്ന ഒരു സാധനം ഡിജിറ്റൽ കൗണ്ടർ, ടിക് ടിക് ഇങ്ങനെ നോക്കും. ഹേയ് എവിടുന്ന് കിട്ടിയതാ ഡിജിറ്റൽ കൗണ്ടർ? ജപ്പാൻകാർ കപ്പലിൽ നിന്ന് ചാക്കിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധന. ഒരു ചാക്കേറ്റ് ഒരാൾ ഇറങ്ങുമ്പോൾ കിടിം, അടുത്ത ആൾ ഇറങ്ങുമ്പോൾ കിടിം. ഇപ്പൊ ഉപയോഗിക്കണം എന്തിനാ? ദിക്റ് അല്ലേ? എവിടുന്ന് കിട്ടണം 70,000 ദിക്റ്? അള്ളാഹുവിന്റെ റസൂൽ എണ്ണം പറഞ്ഞ് പഠിപ്പിച്ച ദിക്റുകൾ വളരെ കുറവാ. എണ്ണം പറയാതെ ഇഷ്ടം പോലെ ചെല്ലണമാണ്. എണ്ണം പറഞ്ഞ് പഠിപ്പിച്ചാൽ കൂടുതലുള്ളത് രാവിലെ 100 വൈകുന്നേരം 100 ആണ്. അതിന് വലത്തെ കയ്യോ ഉപയോഗിക്കേണ്ടത്. തസ്ബി മാലയല്ല, വലിച്ചെറിയണ മാലയൊക്കെ ഒക്കെ സൂഫികൾ ഉണ്ടാക്കിയതാ. ഇസ്ലാമിൽ സന്യാസം കടത്തിക്കൂട്ടുന്ന സൂഫികൾ തരീഖത്തുകാരുണ്ടാക്കിയതാ ഈ ഡിജിറ്റൽ കൗണ്ടറും തസ്ബി മാലയൊക്കെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങളൊരു കാര്യം ബിദഅത്താണെന്ന് പറഞ്ഞാൽ കണ്ടോ, ദുആ കെട്ടില്ലേ, സലാത്ത് വിട്ടില്ലേ, വഹാബി വെട്ടിച്ചുരുക്കിയില്ലേ എന്ന് പറയും. ഇപ്പൊ നിങ്ങളോ നിസ്കാര ശേഷം സലാത്തല്ലേ വെട്ടിച്ചുരുക്കിയത്? ബിദഅത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിടത്ത്. ബിദഅത്ത് ചെയ്തതിനെ പറ്റി നിങ്ങൾ എന്താ പറയല്? കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണ്. അപ്പൊ ഏപ്പിക്കാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും നരകത്തിലെ നായ്ക്കളിപ്പം നിങ്ങളും ആയി. നിങ്ങൾ തന്നെയാ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞല്ല. ഇനി സുഹൃത്തുക്കളെ, ഒരു വായാടി സഖാഫി എന്ന് ഈക്കക്കാർ പറയുന്ന സഖാഫി പറയാണ്, മുജാഹിദായ രാജ്യാർ മരിച്ചാലും 25 ലിറ്റർ പാല് കറക്കണ പശു ചത്താലും ഒരുപോലെയാണ്. അന്ന് കേട്ടോളി. ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കണതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ. ഒരയാളെ പശു ചത്താലോ അത് പുറത്ത് ഇങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിൻ്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേട് വന്ന ഫിയറ്റ് കാറിൻ്റെ ടിക്കി പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തേക്ക് നോക്കി LP സ്കൂളിലെ കുട്ടികൾ
മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തില്ല, ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യൻ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി, പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇനി നോക്കിക്കോ, പശു ചത്ത എന്താണ്ട അവസ്ഥ? 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിൻ്റെ ഒക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി, പടച്ചോന്റെ വിധി അല്ലേ. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാനുള്ളത് ആലോചിച്ചു. മരിച്ച ആജിയാരും ചത്ത പശു തമ്മിൽ വ്യത്യാസമല്ല. എന്താ കാരണം? മരിച്ചാർത്ത് ഖുർആനോദിയില്ല, മയ്യത്തുണ്ടോമ്പോൾ ദിക്ർ ചെല്ലുന്നില്ല, മുസ്ലിംമാർക്ക് 3-നും 7-നും പോകുന്നെല്ലാം നക്കാൻ കൊടുത്തില്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് പശുവിൻ്റെ മാതിരിയായി. എന്നിട്ട് പറഞ്ഞതെന്താ? അതിന് പറയുന്നുണ്ട്, കണ്ടാമൃഗം കിടക്കണ പോലെ ഉണ്ട്. ഫിയറ്റുകാരൻ്റെ ഡിക്ക് പൊന്തിച്ചു കൊടുക്കണ മാതിരി എഴുത്തിരിക്കണോ, അങ്ങനെ പൊന്തിച്ചു കൊടുക്കും, മുഖം കാണിച്ചു കൊടുക്കണേ. ഒരു മുസ്ലിമിനെ പറ്റിയായി പറയണത് അല്ലേ. ഇതിനൊക്കെ എന്താ മറുപടി പറയാ സുഹൃത്തുക്കളെ? ഇതിനൊന്നും ഒരു മറുപടി ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ മരിച്ചെടുത്ത് ഖുർആൻ ഓതാത്തതിന് ഹദീസ് ഇല്ലാത്തത് കൊണ്ടാ. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ എന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ അറിയപ്പെടാത്ത 2 ആളുകളുണ്ടെന്ന് നവവിയാണ് എഴുതിയത്. ആ വിഷയത്തിൽ ഒറ്റ ഹദീസും സഹിയായി വന്നിട്ടുള്ളത് ഇബ്നു ഹജർ അസ്ഖലാനിയാണ് മുൻഗാമികളായ മുഹദ്ദിസുകൾ എടുത്തുദ്ധരിച്ചത്. അങ്ങനെ ഓതിയിട്ടാ കൂടി പാർസൽ അയച്ചാൽ കിട്ടുകയില്ലെന്ന് പറഞ്ഞത് ഇമാം ഷാഫിയാണ്. പിന്നെ ഞങ്ങളെ കുറ്റം പറയുന്നത്? നിങ്ങളെ കാസിമി തന്നെ പറഞ്ഞിട്ടുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലല് ശരിയല്ല, ജനാസ ഇബ്റത്താണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹ്യങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാ. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല, അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം, അവന് അഫ്ളൽ സുകൂത്താണ്, മിണ്ടാതെ കൊണ്ടുപോകലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞു? നിലമ്പൂർക്കാട്ടിലെ തേക്ക് മില്ലിക്ക് കൊണ്ടുപോകണ മാതിരിയാണ് അല്ലേ? നിങ്ങൾ പരിഹസിച്ചോ? അന്ന സ്വഭാബൽ മുഖ്താർ മാക്കാൻ അലൈഹി സലഫുകൾ നടന്നത് അതാണ് ഏറ്റവും ശരിയായതും പ്രബലമായതും. അതെന്താണ്? അസ്സുകൂത്ത് ഫി ആലി സൈരി മഅൽ ജനാസ, ജനാസയുടെ കൂടെ മൗനം പാലിക്കലാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ടോ ദിക്ർ കൊണ്ടോ ഒന്നുകൊണ്ടും ശബ്ദം ഉയർത്താൻ പാടില്ല. അതാണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സലഫ് സാലികൾ ചെയ്തത്. ഞങ്ങൾ സലഫികളാണ്, അവരെ മാർഗമാണ്, സഹാബികളെയും താബികളെയും മാർഗമാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താക്ഷേപം പറഞ്ഞാലും ചത്ത പശുവിനോട് ഉപമിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ നടപ്പിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ എന്തുണ്ടോ അതാണ്. ഞാൻ ചോദിക്കട്ടെ, മുൻഗാമികൾ ആരെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഏർപ്പാട് നിർത്തിയിട്ടുണ്ടോ? മരിച്ചേർത്ത് ഖുർആൻ ഓതിയിട്ടുണ്ടോ? മയ്യത്തുണ്ടോ? ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ?
അതുപോലെ തന്നെ ഈ 3-നും 7-നും 14-നും 40-നും ആളുകളെ വിളിച്ച് സദ്യ കൊടുത്തിട്ടുണ്ടോ? ആ മരണച്ചോറ് ഹറാമാണെന്നല്ലേ നിങ്ങളെ കിതാബിൽ പോലുമുള്ളത്, സയ്യിദ് ബക്കറുടെ യാനത്തിലുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിയത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളെ വക വെട്ടിച്ചുരുക്കിയതല്ല. ഞങ്ങളെ നിങ്ങൾ പരിഹസിച്ചോളൂ, പക്ഷേ നിങ്ങൾ പരിഹസിക്കുന്നത്, നിങ്ങളുടെ പരിഹാസം ചെന്ന് തറക്കുന്നത് നിങ്ങൾ മുൻഗാമികളായ ഒരുപാട് മഹാന്മാരുടെ മേലാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് ഈ അനാചാരങ്ങൾ ഒഴിവാക്കി ജീവിച്ച സലഫുസാലികളായ മുൻഗാമികളുണ്ട്, ഇമാമികളുണ്ട്. അവരെ നേരാണ് നിങ്ങളുടെ ആക്ഷേപം ചെന്ന് തറക്കുന്നത് എന്ന് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, സ്ത്രീ ജമാഅത്തിനെ പറ്റി മഗ്‌രിബിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരു സഖാഫി പറയുന്നത്, അത് കേൾപ്പിക്കാൻ സമയം കുറവായതുകൊണ്ട് ഇപ്പോൾ പിന്നീട് കാസറ്റ് എടുക്കുമ്പോൾ കേട്ടാൽ മതി. ഖുർആനിൽ തെളിവില്ല, ചരിത്രത്തിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, ഒന്നിനും തെളിവില്ല എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ അവരെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ പറയുന്നതോ ഷർത്തോട് കൂടി പോകാന്നാണ്. അതൊന്ന് കാണിച്ചു നോക്കി, അമ്പലക്കടവ് പറഞ്ഞു കാണിച്ചു നോക്കി. മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസ് ഉണ്ട്. ഇത്തരം ഹദീസുകൾ പ്രകടമാണ്. ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതന്നെ അർത്ഥം. എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തോട്ടെ മുക്കരിക്കാം, ഇവിടെ കഴുകണല്ലോ, അശ്ലീല അവിടെ നജസായല്ലോ, മലിനമായല്ലോ. അങ്ങനെ ഒരു ബാധക ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി, ആ നിബന്ധനകൾ സ്വഹാബത്തും താബിഈകളും സ്വയം ഉണ്ടാക്കിയതല്ല. അത് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ, ഓരോ ഹദീസിനും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബിഈകളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല, പോകുന്നത് മെച്ചല്ലാതെ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബിഈകളും കൈമാറുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത്? എല്ലാ ഷർത്തും ഒക്കെ ആണെങ്കിലും നിങ്ങൾ സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്താ ദീനുൽ ഇസ്ലാം നമ്മുടെ വക പറയാത്തവ? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ നമ്മളാരല്ല. അടിസ്ഥാനപരമായി 7 നിബന്ധനകൾ ഒത്തു വന്നാൽ സ്ത്രീ പള്ളി പോകൽ കറാഹത്താണ്, മോശമാണെന്ന് പറയുള്ളൂ, കുറ്റം കിട്ടും, ഹറാമാണെന്ന് പറയില്ല. ഉണ്ടോ? നിബന്ധനകൾ ഒത്താ പോകാം, ഏറിക്കവിഞ്ഞാൽ കറാഹത്ത് എന്നേ പറയാൻ പറ്റുള്ളൂ, ഹറാമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഉസ്താദന്മാരൊക്കെ പണ്ടെന്താ പറഞ്ഞത്? സുഗന്ധം പൂശിക്കൊണ്ട് പോകാൻ പാടില്ല, അനിസ്ലാമിക വേഷം ധരിക്കാൻ പാടില്ല, ആണുങ്ങളുമായി കൂടിക്കലരാൻ പാടില്ല. ഇങ്ങനെയുള്ള ഷർത്തുകൾ ഒത്താൽ പെണ്ണുങ്ങൾക്ക് പോകണില്ല, ഹറാമല്ല. ഇനി ഹറാമാണെന്നും അതിന് തെളിവില്ലെന്നൊക്കെ പറഞ്ഞത്, അത് ഇൻഷാ അല്ലാഹ് ഈ കാസറ്റ് ഇറക്കുമ്പോൾ ഞാൻ അതിൻ്റെ കുറിച്ച് മറുപടി പറഞ്ഞ ക്ലിപ്പ് സഹിതം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾപ്പിക്കും, സമയമില്ലാത്തത് കൊണ്ടാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മുടെ പേരോട് മുസ്ലിയാരുണ്ടല്ലോ, ഇപ്പൊ AP ഗ്രൂപ്പിന്റെ വലിയ ഹീറോ ആയി നടക്കുന്ന പേരോട് മുസ്ലിയാർ പലയിടത്തും മൂപ്പര് മുഖാമുഖം നടത്തും, മുജാഹിദുകൾക്ക് കത്ത് തരും. അപ്പൊ ഞങ്ങളെ നാടിൻ്റെ അടുത്ത്, ഞാൻ കടവത്തൂരാ താമസിക്കുക, അതിൻ്റെ അടുത്ത് മാഹിയിൽ മുഖാമുഖം നടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കത്ത് തന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ വരാം, ഞങ്ങളെ ഒരു ഉപദ്രവം ഏൽപ്പിക്കൂല എന്ന് എഴുതി തന്നാൽ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ വരാം. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ ഒരു ശിഷ്യൻ, ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു ശിഷ്യൻ മൂസ, അതുപോലെ നമ്മളിവിടെ വന്നിട്ടുള്ള സിദ്ദീഖ് ഇവരൊക്കെ പാടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോയി. അവർ ചോദ്യം ചോദിച്ചപ്പോൾ മുസ്ലിയാർ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇവർ മുഖാമുഖം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചോദ്യം ചോദിക്കാൻ വന്നവരോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കലാ. ഞങ്ങൾ ഇതിന് മറുപടി അറിയും. അപ്പം മുഖാമുഖം പോലെ നടത്തണേ? മുഖാമുഖം ചോദിക്കാൻ വന്നവനല്ലല്ലോ മുഖാമുഖം നടത്തണേ, ഇയാളല്ലേ? അങ്ങോട്ട് ചോദ്യം ചോദിക്കുക. പിന്നെ ചോദ്യത്തിന് ചോദ്യം പറയാണ്, ഞാൻ അതിന് ഉത്തരം പറഞ്ഞ ഞങ്ങൾ മുജാഹിദിന്ന് രാജിവെക്കുമോ?
ഈ രൂപത്തിൽ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ വരുന്നവരെ വിരട്ടുന്ന സ്വഭാവം. പക്ഷേ ആ വിരട്ടലിനൊന്നും നിൽക്കാതെ ഞങ്ങളുടെ ചെറിയ കുട്ടികളുടെ ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ പേരോട് മുസ്യാർ ഉരുളുന്ന രംഗം ഞങ്ങളൊന്ന് കണ്ടോളി. ഇനി വേറെ ആൾക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഖുർആനിൽ ഒരുപാട് തേടിയ സംഭവങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി, ഇബ്രാഹിം നബി, അയ്യൂബ് നബി, ഒരുപാട് പ്രവാചകന്മാർ തേടിയ ഒരുപാട് തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ മറിയം ബീവി, സാലിഹത്തായ മറിയം ബീവി തേടിയത്, ആസിയ ബീവിയുടെ തേട്ടം, ഇങ്ങനെ ഒരുപാട് തേടിയ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ്. എന്റെ ചോദ്യം, ഏതെങ്കിലും ഒരു തേട്ടം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി വിശുദ്ധ ഖുർആനിൽ നിന്ന് 1, 2, 3 ഉദാഹരണങ്ങൾ ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? എന്റെ പേര് മൂസ. അപ്പോ അങ്ങനെ ഉദ്ധരിച്ചാൽ താങ്കൾ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ? ഉസ്താദ് ഉത്തരത്തിന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ ഞാൻ മറുപടി കൃത്യമായിട്ട് പറയും. നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ രാജിവെക്കുമോ ഇല്ല, എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല, രാജിവെക്കുമോ ഇല്ലോ, രാജിവെക്കുമോ വെക്കൂലോ എന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ മുൻനിർത്തി ഞാൻ പറയും. ഓക്കെ, എന്നാ കേട്ടോളൂ. വൗഹൈനാ ഇലാ മൂസ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു അൻ ദ്രിബ് ബിഅസാകൽ ഹജർ فانبجست منه 12 عينا قال الله عز وجل അല്ലാഹു പറയുന്നു, വൗഹൈനാ ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന് നമ്മൾ വഹി അറിയിച്ചു. ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളം തേടിയപ്പോൾ, മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചു. അനിദ്രിബ് ബിഅസാകൽ ഹജർ, നിങ്ങൾ പാറക്കല്ലിന് വടി കൊണ്ട് അടിച്ച് വെള്ളം കൊടുക്കണം. ഫംബജസത് മിൻഹു 12 ഐനാ, അങ്ങനെ പാറക്ക് വടി കൊണ്ട് അടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളത്തിനു വേണ്ടി മൂസാ നബിയുടെ അനുയായികൾ തേടിയപ്പോൾ അങ്ങനെ തേടാൻ പാടില്ലെന്ന് പറയണം എന്നല്ല ഖുർആൻ പറയുന്നത്. അങ്ങനെയല്ല അള്ളാഹു പറയുന്നത്. മറിച്ച് തേടിയവർക്ക് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ നിലക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അല്ലാഹ് അല്ലാത്തവരോട് തേടൽ ശിർക്കാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ശിർക്കിന്റെ പേരിൽ സഹായം കൊടുത്തു എന്ന് പറയണം. അള്ളാഹു ശിർക്കിനെ സഹായിച്ചു എന്ന് പറയണം. അള്ളാഹ്ക്കും മൂസാ നബിക്കും ഖുർആൻ ഇറക്കിക്കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും ഖുർആൻ ഓതിക്കൊടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് കേട്ട ഒരൊറ്റ സഹാബികൾക്കും ആർക്കും ഒരഭിപ്രായമുണ്ടായില്ല. അല്ലാഹ് ഉണ്ടല്ലോ, എന്നിട്ട് മൂസാ നബിയോട് എന്തിന് തേടിയപ്പോൾ അല്ലാഹ് എന്തിന് വെള്ളം കൊടുക്കാൻ മൂസാ നബിയോട് പറഞ്ഞു എന്ന ഒരു സംശയം മുജാഹിദുകൾ വരുന്നത് വരെ ഖുർആനിൽ ഒരാൾക്കും ഒരു സംശയവും ഉണ്ടായില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി വെള്ളം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. എന്താ സംഗതി എന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഖൗമ് വന്നിട്ട് ആവശ്യപ്പെടാൻ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇവർ തന്നെ ഇറക്കിയിട്ടുള്ള ഖുർആൻ പരിഭാഷയിൽ പോലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതാ, അല്ല മൂസാ നബിയെ നിങ്ങൾ വെള്ളം തരണേന്നല്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു ആ വടി കൊണ്ട് നീ എന്ത് ചെയ്യണം, ആ പാറയിൽ അടിക്കണം. ഇത് സൂറത്ത് അറാഫിൽ പറഞ്ഞ ഇതേ വിഷയം സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽന ളിബി അസാകൽ ബഹർ ഫംഫജറത മിൻഹു 13 ഐനാ. മൂസാ നബി തന്റെ ജനതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് വെള്ളം ചോദിച്ചു. അള്ളാഹുവേ എൻ്റെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ആ പാറയിൽ അടിക്കുക. അപ്പോൾ അതിൽ നിന്ന് 12 നീരുറവുകൾ പൊട്ടിയൊഴുകി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചു. മൂസാ നബിയോട് വെള്ളത്തിന് തേടിയിട്ടില്ല. മൂസാ നബിയോട് വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുക ചെയ്തത്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ എന്താ ചെയ്ത്? സഹാബികൾ, നബിയെ മൃഗങ്ങൾ പോലും ചാകാൻ തുടങ്ങി, വരൾച്ച ശക്തമായിരിക്കുന്നു, അവിടെ നിന്ന് ദുആ ചെയ്യണം. അപ്പൊ റസൂൽ മിമ്പറിൽ നിന്ന് ദുആ ചെയ്തു. ഇത് തന്നെയാണ് മൂസ നബിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ വിഷയം തട്ടിമറിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്തിന് തഫ്സീർ എഴുതിയ എത്രയെത്ര മുഫസ്സിറുകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയി. ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിൽ ഈ അടുത്ത കാലത്തെ ഖുറാഫികളെയും ഷിയാക്കളെയും മാറ്റി നിർത്താൻ വേണമെങ്കിൽ അതല്ലാത്ത എത്രയെത്ര പൗരാണികരായ മുഫസ്സിറുകളെ തഫ്സീറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്തിൽ അല്ലാഹുവല്ലാത്തവരോട് തേടാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഇയാളെ സ്വന്തം വ്യാഖ്യാന വേണ്ട. ഇയാളുടെ മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഓരോരുത്തർ ഓരോന്നിങ്ങനെ ഉണ്ടാക്കാണ്. കോട്ടക്കൽ വെച്ച് വേറൊരുത്തൻ ഉന്നൂറിനെ ഉണ്ടാക്കിയത്. ഒരായത്തുണ്ടോ തനിക്ക് തോന്നിയ അർത്ഥം പറയാ. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഞങ്ങളുടെ കോളേജിലെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചതിന് ഇയാൾ മറുപടി പറഞ്ഞ കോലാങ്ങൾ കണ്ടത്. ഞാൻ എന്റെ ബാക്കി കൂടി കണ്ടോളി. സഹോദരന്മാരെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ചോദ്യവും ഉസ്താദ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചത് മരിച്ചുപോയ മഹാന്മാരോടുള്ള ഒരു ദുആന്റെ രൂപമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മരിച്ചിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് മുമ്പിലുണ്ടായിരുന്നു. ആ മുമ്പിലുള്ള കൗമാണ് മൂസാ നബിയോട് ചോദിച്ചത്, അല്ലാതെ മരിച്ചുപോയ മൂസാ നബിയോടായിരുന്നില്ല. എന്റെ ചോദ്യം ഉസ്താദെ, ഇത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു. എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, അന്നീ മസ്നി അൽദുർ വ അൻത അർഹമുർ റഹീമീൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഒരുപാട് ദുആകൾ വിളിച്ചു നേടിയ സംഭവങ്ങളുണ്ട്, തേട്ടങ്ങളുണ്ട്. ഇതുപോലെ സ്വാലിഹീങ്ങളുടെ തേട്ടങ്ങളോ പ്രവാചകന്മാരുടെ തേട്ടങ്ങളോ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരോട് തേടിയതായിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്നവരല്ല. അപ്പൊ അള്ള ജീവിക്കുന്ന ആളോ മരിച്ചാളോ? അള്ള ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചാളോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതിന്റെ അർത്ഥം ഉസ്താദ് പറയൂ. അപ്പം തിരിയും. അള്ള ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു അള്ളഹാനോട് ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. സഹോദരന്മാരെ, തക്ബീർ ചൊല്ലിയിട്ട് ഒരു പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ ഈ ചോദ്യം ചിന്തിക്കുന്ന മനസ്സുകളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഖുർആനിൽ ഒരുപാട് തേട്ടങ്ങൾ, അള്ളാഹുവോട് മാത്രം തേടുവാനുള്ള തേട്ടങ്ങൾ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. എന്റെ ചോദ്യം അള്ളാഹു ജീവിച്ചിരിക്കും. ആ ചോദ്യം എന്നോട് ചോദിച്ച് എനിക്ക് അങ്ങേയത്തെ സങ്കടമുണ്ട്. ഉസ്താദ് വന്നതുകൊണ്ട് ഈ സദസ്സിൽ നിന്നാണെങ്കിൽ എനിക്ക് ഇത്ര ദുഃഖമുണ്ടാകുമായിരുന്നില്ല. ഉസ്താദിനെ പോലെ കേരളത്തിലെ സുന്നികളിലെ ഏറ്റവും തലമുറന്ന പണ്ഡിതനായ പേരോട് ഉസ്താദിൽ നിന്ന് ഈ ചോദ്യം, അതെ ഞാൻ സമ്മതിക്കുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി പണ്ഡിതനാണ്. ആ ഉസ്താദിനോട് പാവപ്പെട്ട ഒരു മുജാഹിദിന്റെ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ മറുപടി വളരെ നിസ്സാരമായിട്ടായിരുന്നു ഉസ്താദ് പറഞ്ഞത്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൽ നമുക്ക് തർക്കമില്ല. നിങ്ങൾ ചോദ്യം തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ തേട്ടം അള്ളാഹുവിനോട് മാത്രമാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ആ പ്രകാരം എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തേട്ടങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഏതെങ്കിലും ഒരു തേട്ടം, മറിയം ബീവിയുടെ തേട്ടം, ആസിയ ബീവിയുടെ തേട്ടം, ഇതുപോലെ ഒരുപാട് തേട്ടങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഉദ്ധരിക്കുക. വിശുദ്ധ ഖുർആൻ ഏത് സൂറത്താണ്, ഏത് അധ്യായത്തിലെ ഏതാണെന്ന് നിങ്ങൾ വ്യക്തമാക്കുക. അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് കടക്കാം. അദ്ദേഹം ചോദിച്ച സമയത്ത് ചോദിച്ചതൊക്കെ എല്ലാവരും കേട്ടതാണ്. അള്ളാഹുവിനോട് ചോദിച്ചതായി ഖുർആനിൽ ധാരാളം ഉണ്ട്. അതുപോലെ മഹാന്മാരോട് ചോദിച്ചതുണ്ടോ എന്നാണ് ചോദ്യം. അള്ളാഹു ഹയാത്തുള്ളവനാണ്. ഹയാത്തുള്ള അള്ളാഹുവിനോടാണ് ചോദിച്ചതായി അയാൾ ഉദ്ധരിച്ചത് മുഴുവനും. ഹയാത്തുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചതാണ് ഞാനും ഉദ്ധരിച്ചത്. അള്ളാഹിനോട് ചോദിച്ചതുപോലെ ചോദിച്ചതുണ്ടോ എന്നാണ് ചോദ്യം. നേരെ മറിച്ച് വേറൊരു മരിച്ച ആളെ പേര് പറഞ്ഞിട്ട് ആ മരിച്ച ആളോട് ചോദിച്ചതുപോലെ ചോദിച്ചതുണ്ടോ എന്നാണ് ചോദിച്ചതെങ്കിൽ ഞാനൊരു മരിച്ച ആളോട് ചോദിച്ചതിനെ പറ്റി പറയണം. കണ്ടോ എന്താ തട്ടിപ്പ്? അള്ള ഹയാത്തായ ആളാണോ അള്ള വഫാത്തായണോ എന്ന് ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുക ഈമാനുള്ളൊരു മനുഷ്യന് ധൈര്യം വരുമോ? ഇയാളപ്പോ വലിയ നേതാവ്, അള്ള വഫാത്തായിക്കണോ എന്ന് ചോദിച്ചാൽ അവന്റെ ഹുക്കം എന്താ? കുഫറല്ലേ പറഞ്ഞത്?
പറയാൻ പാടുണ്ടോ? മുർത്തദ്ദായി പോണ വിഷയമല്ലേ അത്? എന്നിട്ട് വഫാത്തായ ആളാണോ? ആള് പറഞ്ഞ മനുഷ്യനെ പറ്റിയവരാ. അല്ല ഹയാത്തുള്ള ആളാണ്, നല്ല ആളാ, അങ്ങോട്ട് പറഞ്ഞൂടെ തന്നെ. എന്നിട്ട് പറയാണ് ഹയാത്തുള്ള അള്ളഹാനോട് ചോദിച്ചു, ഹയാത്തുള്ള മൂസാ നബിയോട് ചോദിച്ചു. അള്ളാന്റെ മൂസാ നബിന്റെ ഹയാത്ത് ഒരു പോലെയാ? ഹയ്യ എന്ന് പറഞ്ഞാൽ മൂസാ നബി ഹയ്യ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാ? അല്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചതും അള്ളഹാനോട് ചോദിക്കുക ഒരുപോലെയാണോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അള്ളഹാനോട് നേർക്ക് നേരെ ചോദിക്കാണ്. ഇത് രണ്ടും കൂട്ടിക്കലർത്തിയിട്ട് അള്ളാഹ്ക്ക് ജീവനുണ്ട്, മൂസാ നബിക്ക് ജീവനുണ്ട്. ഇതാ രണ്ടും ഒരുപോലെയാണോ? ഈ തരത്തിലുള്ള സമീകരണം നടത്തിയിട്ട് ശിർക്കിനെ നിലനിർത്താൻ ആ പേരോട് ശ്രമിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തോതി ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹ് ജീവിച്ചിരിക്കുന്നവനാണ് എന്നെന്നും. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മുസ്ലിയാക്കന്മാർ തയ്യാറാണ് എന്നതിന്റെ തെളിവാണിത്. യാതൊരു സംശയവും വേണ്ട. പിന്നെ സുഹൃത്തുക്കളെ, എന്നെ കുറിച്ചുള്ള ആക്ഷേപമുണ്ട്. എന്താ അറിയോ? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പൊളിക്കാൻ പറഞ്ഞാണ്. വാസ്തവത്തിൽ എന്താ സംഗതി അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ ബീവിന്റെ വീട്ടിലാണ്. അതിനടുത്ത് മറ്റ് ഭാര്യമാരെ, റസൂലുള്ളാഹിന്റെ മറ്റ് പത്നിമാരുടെ വീടുകളുണ്ട്. ആ 9 വീടിനെയും കൂട്ടിയിട്ട് ഒരു പച്ചക്കുബ്ബ ഹിജ്റ 678 കലാബുൻ സാലി എന്ന രാജാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റൗളാ ഷരീഫിന്റെ ചരിത്രം എന്ന പേരിൽ സിറാജ് പത്രത്തിൽ വന്നതാണ്. അതുപോലെ തന്നെ സുന്നത്ത് വാസികയിലും സുന്നി വോയിസിലും ഒക്കെ വന്നതാണ്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് ആ പച്ചക്കുബ്ബ ഉണ്ടാക്കിയത്. അപ്പൊ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ജാരം കെട്ടാനുള്ള തെളിവ് മദീനത്തെ പച്ചക്കുബ്ബയാണ്. അപ്പൊ ഞാൻ അടുത്ത പ്രസംഗത്തിൽ ചോദിച്ചു, മുസ്ലിയാരെ, സഹാബികളോ താബികളോ താബികളോ ഒന്നും ഉണ്ടാക്കിയതല്ല, അവരൊക്കെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 7-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തെളിവ്. അപ്പൊ മുസ്ലിയാർ അടുത്ത ചോദ്യം, നിങ്ങൾ എന്താന്നാ പൊളിക്കാത്തത്? അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ, കേരളത്തിൽ വന്നിട്ട് അവിടെ പോയി ചോദിക്കും, ഞങ്ങൾക്ക് അവിടുത്തെ ഭരണം കിട്ടിയാൽ പിറ്റേന്ന് പൊളിക്കും. അതാണ് വിഷയം. അതിനെന്താക്കി? കണ്ടോ, റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കുന്നു പറഞ്ഞു. ഖബർ പൊളിക്കുന്ന ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഖബറിന്റെ മീതെ, ഖബറിന്റെ മീതെ മാത്രമല്ല, ഈ 9 വീടുകളെയും ചേർത്തൊരു പച്ചക്കുബ്ബ 7-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് ഉണ്ടാക്കി. അത് തകർക്കേണ്ടതാണെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. കാരണം ഖബറിന്റെ മീതെ കുബ്ബ ഉണ്ടാക്കാൻ പാടില്ല. ഇമാം ഷാഫിയുടെ ഖബറിന്റെ മീതെ കുബ്ബയുണ്ടാക്കിയത് പൊളിച്ചു നീക്കാൻ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. ഇത് ഞാൻ പല സ്ഥലത്തും വായിച്ചു. ഒരൊറ്റ സഖാഫി മറുപടി പറഞ്ഞിട്ടില്ല. വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യത്തി ബിഹദ്മി ഖുബ്ബത്തി ഇമാമിന ശാഫിഈ. നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിന് മീതെ ഉള്ള കുബ്ബ പൊളിച്ചു നീക്കാൻ നമ്മളെ മദ്ഹബിൽപ്പെട്ട ഒരു കൂട്ടം മഹാപണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. വൈൻ സുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ, ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ച കുബ്ബയായിരുന്നിട്ട് കൂടി. അപ്പൊ ആയിരക്കണക്കിന് സ്വർണ്ണ നാണയം ചെലവഴിച്ച കുബ്ബ ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ ഉണ്ടാക്കിയപ്പോൾ പൊളിച്ചു നീക്കാൻ ഫത്വ കൊടുത്തു. കാരണം എന്താ? ഖബറിന് മീതെ കുബ്ബ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആ വീടിന് മീതെ ഉണ്ടാക്കിയ കുബ്ബ അത് ഖബറിന് മീതെ കൂടി ആയതിനാൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പൊളിക്കുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ കുപ്രചാരണം നടത്തിയിട്ട് സാധാരണക്കാരായ മനുഷ്യന്മാർ സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയി മരിക്കും. അതുകൊണ്ട് സൗദി ഗവൺമെന്റ് നിർത്തിവെച്ചതാണ്. അത് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. എന്നോട് മണ്ണാർക്കാട് സംഭവത്തിൽ മുഖത്തോട് മുഖം ഇരിക്കുമ്പോൾ ചോദിച്ചു, വ്യക്തമായി ഞാൻ ഈ വിശദീകരണം കൊടുത്തു. പിന്നെ അലവിയും സുലൈമാനും മിണ്ടിയിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പൊ പേരോട് ജിന്നും കൊണ്ടിറങ്ങിക്ക. ഞങ്ങളെ കൂട്ടത്ത് പുറത്തുപോയ മടവൂരികള് ജിന്ന് ശൈത്താൻ വിഷയത്തിൽ ഒരുപാട് ഹദീസ് നിഷേധം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അതിനെതിർക്കാൻ വേണ്ടി രംഗത്ത് വന്നു. അതിനെ സംബന്ധിച്ച് ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കും, അപൂർവമായി അത്യപൂർവമായി അങ്ങനെ സംഭവിക്കാം, സാധ്യതയുണ്ട് എന്ന് ഹദീസുകൾ ഉദ്ധരിച്ച് ഞങ്ങൾ സംസാരിച്ചു. എന്നാൽ പേരോടും കൂട്ടരും ഇപ്പൊ ജിന്നെടുക്കൽ എന്തിനാണെന്നറിയോ? അവരുടെ തമ്മാടിത്തങ്ങൾക്ക് മറയുണ്ടാക്കാനാണ്. ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കുമെന്നത് അത്യപൂർവമായി ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത്തരം ഹദീസുകളൊന്നും നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂല എന്നുകൊണ്ട് നിഷേധിക്കരുത് എന്ന് പഠിപ്പിക്കാനാണെങ്കിൽ പേരോടും കൂട്ടരും എടുക്കുന്നത് അവരെ തമ്മാടിത്തങ്ങൾക്ക് മറയാക്കാനാണ്. പേരോട് പറയുന്നത് കേട്ടോളൂ. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും. എന്നോട് നേരിട്ട ജിന്നുകളുണ്ട്. നിങ്ങളെ അതിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കലും ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റിയാടി സിറാജുൽ ഹുദയിൽ നിന്ന്. അപ്പൊ വടകരക്കാരനൊരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിം ഇങ്ങനെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തഅല്ലിമിനെ വിളിപ്പിച്ചു. എന്താണടാ? എന്നോട് ഒരു ഉസ്താദേ, ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും മുട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും ദിക്ർ ചെല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടുപോയി, പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു.
ഞാനത് എന്നോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. അതിലൊരു ജിന്ന് ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഓ ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. ഞാൻ ഇതിന്റെ ബാക്കിയും കൂടി പറഞ്ഞാല് റിഫായി റാത്തീബിന് സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. മൂപ്പര് ജിന്നലത്തൊക്കെ എപ്പോഴും ബന്ധപ്പെടുന്ന ആളാണ്, വലിയ ആളായി പോയി. ഇപ്പോ ഇടക്കിടക്ക് ജിന്നിങ്ങനെ മൂപ്പര് ബയലിന്റെ സാഹചര്യം അത്ര വലിയ ബയലല്ലേ, മൂപ്പര് ബയലിന്റെ സാഹചര്യം കുറെ ഖുറാഫി ജിന്നുകൾ പങ്കെടുക്കലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ജിന്ന് വർത്താനം പറയാണ്ട് നേരല്ലാത്തോണ്ട് ഇപ്പൊ ഞാൻ ഇതൊക്കെ ഒന്നും കിടക്കുന്നില്ല. ഇനി നമ്മള് ഇസ്ലാമി ഇൻകിലാബുകളെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന ഇന്ത്യയിൽ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ ആക്ഷേപം ഞങ്ങൾ ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു എന്നാ. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഇസ്ലാം സമൻ രാഷ്ട്രീയമല്ല. ഏതുപോലെ ചായയിൽ പഞ്ചസാര ഉണ്ട് പറഞ്ഞാൽ പഞ്ചസാര സമൻ ചായ എന്നാ അല്ലല്ലോ. ഇസ്ലാമിൽ പലതുമുണ്ട്. രാഷ്ട്രമുണ്ടായാൽ ആ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ എങ്ങനെ, ശിക്ഷാ നടപടികൾ എങ്ങനെ, എല്ലാത്തിനും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. രാഷ്ട്രപരമായ നിയമങ്ങൾക്ക് വേറെ എവിടെ അന്വേഷിച്ചു പോകേണ്ടതില്ല. പക്ഷേ ഇന്ത്യയെപ്പോലുള്ള മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ ഒരു സ്ഥലത്ത് എന്താ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ വേണ്ടത്? മൗദൂദി പറഞ്ഞത് അതാണ്. സ്വന്തം ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ്. ഒരു വീടിന്റെ പ്ലാൻ നിങ്ങളുടെ തലയിൽ ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്കത് കയറി താമസിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളൊക്കെ അപൂർണ ദീനിലാണ്. ഒരു മുകൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടായിരിക്കണം. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ മാത്രമേ മുസ്ലിമായി ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിക ഭരണം ഉണ്ടോ? ഇല്ല. സമ്പൂർണമായ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണത്തിൽ ലോകത്തെവിടെയും ഇസ്ലാമിക ഭരണമല്ല. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അല്ലാത്ത ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാനും പറ്റൂല. അപ്പൊ അതിന്റെ അർത്ഥം ലോകത്തൊരൊറ്റ മുസ്ലിമും ഇല്ല. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉട്ടോപ്യൻ ആശയം. ദുനിയാവിൽ എവിടെയും ഇസ്ലാമിക ഭരണമല്ല. ഇസ്ലാമിക ഭരണത്തിന് കീഴിലല്ലാതെ സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാനും കഴിയില്ല. അപ്പൊ ലോകത്ത് സമ്പൂർണ്ണ മുസ്ലിമായ ഒറ്റ ആളുമില്ല, ജമാഅത്തേരുമില്ല. ഒരാളെ കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ നന്നായിട്ടുണ്ട്, ഞങ്ങളെപ്പോലെ നിങ്ങളും ആണെന്നല്ല പറയാ. ഞങ്ങളും മുശിരിക്ക്, നിങ്ങളും മുശിരിക്ക്. എന്താ നമ്മൾ നിർബന്ധമായിട്ട് ശിർക്ക് ചെയ്യേണ്ടി വരില്ലേ? നിർബന്ധിതാവസ്ഥ ശിർക്ക് ചെയ്യണ്ട. ഇന്ത്യയിൽ ശിർക്ക് ചെയ്യാൻ നിങ്ങൾ വേറെ എവിടേക്കലും ഹിജ്റ പോയിക്കോളി. കാരണം അള്ളാഹ് പറഞ്ഞത് യാ ഇബാദി അല്ലദീന ആമനു ഇന്ന അർളി വാസിയ, വിശ്വാസികളായ എൻ്റെ അടിമകളെ, എൻ്റെ ഭൂമി വിശാലമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. എനിക്ക് മാത്രം വിഭാഗത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു നാട്ടിലുണ്ടായ അതിന് പറ്റുന്നിടത്തേക്ക് നിങ്ങൾ ഹിജ്റ പോകണം. എവിടേക്കാ ഹിജ്റ പോകുക? ചന്ദ്രനിക്കേറ്റ പോകേണ്ടി വരും. ചിലപ്പോൾ അവിടെ അമേരിക്കൻ്റെ കൊടി ഉണ്ടാവും, അപ്പൊ അവിടെയും നടക്കൂല. അപ്പൊ ജമാഅത്തേർ എന്താ ചെയ്യുക? പന്നിയിറച്ചിന്റെ മസാലയും പറഞ്ഞ അങ്ങനെ കൂടുതന്നെ. കുടുങ്ങുമ്പോ പന്നിയിറച്ചി തിന്നാന്നില്ലേ? അതാണ് ഇപ്പൊ ജമാഅത്തേർ ഇന്ത്യയിൽ നിൽക്കാനുള്ള മസാല. എന്ത് കൊടുക്കാൻ നിങ്ങൾക്ക്? ആരെ നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ? പോയിക്കൂടെ ഇവിടുന്ന്? ഇവിടെ ഈ ശിർക്കും ചെയ്ത് താകൂത്തിന് സേവയും ചെയ്ത് നിൽക്കണോ? സർക്കാർ ജോലി താകൂത്ത് സേവ. നിങ്ങൾ പറഞ്ഞല്ലേ സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കാൻ പാടില്ല, സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, സ്ഥാനാർത്ഥി ആകാൻ പാടില്ല, സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിന്റെ പോളിസി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാമിൽ അത് പാടില്ല എന്നാണ്. ജമാഅത്തേർ വോട്ട് ഹറാമാന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വോട്ട് ഹറാം, ജമാഅത്തേർക്ക് വോട്ട് ഹലാലായ ഇസ്ലാമിൽ വോട്ട് ഹലാൽ. അതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞ, ഒരു ജമാഅത്തേറിന് പാടില്ല എന്നല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് പോളിസിയും പാളീസായ പോളിസികൾ ഉണ്ടാക്കാം, നമുക്കത് പ്രശ്നമില്ല. പക്ഷെ മുസ്ലിമിന് ചെയ്യാൻ പാടില്ല വോട്ട്. കാരണം ഇവിടെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും നമ്മൾ ആളെ തെരഞ്ഞെടുത്തയക്കുന്നത് നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ്. നിയമം നിർമ്മിക്കാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പാർലമെന്റിനും നിയമസഭയ്ക്കും നിയമം നിർമ്മിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരത്തിൽ നിയമസഭയും പാർലമെന്റിനും പങ്കുചേർക്കലാണ്. അതുകൊണ്ട് ശിർക്കാണ്. ഇപ്പോഴോ ഇപ്പോൾ വോട്ടില്ല. ഇപ്പൊ വോട്ടിന്റെ വില ഒരു കടലാസ് വീശി. ജനാധിപത്യത്തിൽ വോട്ടിന് ഭയങ്കര വിലയാണ്. ആദ്യം വോട്ട് ഹറാമായിരുന്നു. പക്ഷെ അടിയന്തരാവസ്ഥക്കാലത്ത് RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിച്ചു.
ജയിലിൽ കിടന്ന് മൂട്ടകടി കൊണ്ടു, ഗോതമ്പക്കഞ്ഞിക്ക് ട്രൗസർ ഇട്ട് പാഞ്ഞ്. അപ്പൊ അവസാനം ഹറാമൊക്കെ ഹലാലായി, തിരിച്ചു വന്നു. എന്നിട്ടോ ആദ്യം ബിസ്മീൻ ചൊല്ലി ജനസംഘത്തിനോട്ട്, മൊറാർജിക്കും കൂട്ടർക്കും. ഇന്നത്തെ BJPയുടെ RSSന്റെ വീതിയുള്ള കുപ്പായിട്ട ജനസംഘത്തിന് ഒന്നാമത്തോട്ട് ബിസ്മീൻ ചൊല്ലി ചെയ്ത്. ആര് ചെയ്തു? ജമാഅത്തെ ഇസ്ലാമി ചെയ്തു. എന്നിട്ടോ ഇന്ദിരാഗാന്ധി പോയി മൊറാർജി ഭരണത്തിന് വന്നപ്പോൾ ആയത്തോട് ഇവർ പറഞ്ഞു, സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം തകരുക തന്നെ ചെയ്യും. സത്യം വന്നു പറഞ്ഞാൽ മൊറാർജി വന്നു, അസത്യം തകർന്ന ഇന്ദിര തകർന്നു. അള്ളാഹിന്റെ റസൂൽ മക്കത്ത് ഭരണം കിട്ടിക്കിട്ട് ഇബ്രാഹിം നബിന്റെ ഇസ്മായിൽ നബിന്റെ ഒക്കെ പ്രതിഷ്ഠകളെടുത്ത് പുറത്തെടുത്തിട്ട് മക്കയെ ശുദ്ധീകരിക്കും പോതിയ ആയത്താ അല്ലേ? ഇവർ RSSകാരെ പിന്നാലെ നടന്നു വന്ന് അവർക്ക് സ്വീകരണം കൊടുക്കാൻ നടന്നു. എന്നിട്ട് കുറച്ചാലും പിന്നെയും വോട്ട് ഹറാം. കാരണം എന്താ? ഹറാമും ഹലാലും വോട്ടിനിട്ട് തീരുമാനിക്കല. 40-നെതിരെ 35-നെതിരെ 40 വോട്ടുകൾക്ക് വോട്ട് ഹലാലാണെന്ന് തീരുമാനിച്ചു. 35-നെതിരെ 34 വോട്ടുകൾക്ക് വോട്ട് ഹലാലല്ല എന്ന് തീരുമാനിച്ചു. ഇതാര് പഠിപ്പിച്ചതാ? നിങ്ങൾക്ക് ഹറാമും ഹലാലും തീരുമാനിക്കാൻ നിങ്ങളെ ശൂറ കമ്മിറ്റിക്ക് അധികാരമുണ്ടോ? ക്രിസ്തീയ സുന്നഹദോസുകളെ പോലെ ഹറാമും ഹലാലും തീരുമാനിക്കുന്ന സ്വഭാവം ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ വോട്ട് ചെയ്യണ്ടല്ലോ, ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, എന്താ വ്യത്യാസം? അതെ, സുന്നി ഖബർ സിയാർത്തിനും മുജാഹിദ് ഖബർ സിയാർത്തിനും തമ്മിലെ വ്യത്യാസം എന്താ? സുന്നി ഖബറിലുള്ളവനോട് പ്രാർത്ഥിക്കാനാ പോണത്, മുജാഹിദ് ആണെങ്കിലോ അള്ളഹാനോട് പ്രാർത്ഥിക്കണം. അതുപോലെയാണ്. ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് ആ വിഷയം വിശദീകരിക്കുന്നെന്ന് കേട്ടോളിങ്ങൾ. കേൾക്കാം. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇവിടെ പരിശോധനാ വിധേയമാക്കിയത്. അത് നിലവിലുള്ള ഇസ്ലാമിക വ്യവസ്ഥയെ മാറ്റാൻ ശ്രമിക്കുന്നതോടൊപ്പം താവൂത്ത് വ്യവസ്ഥയെ തുടച്ചു നീക്കി ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഇഖാമത്തുദ്ദീൻ അധിഷ്ഠിതമായ ഇസ്ലാമിക വ്യവസ്ഥയുടെ സ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ന്യായമായ നിഷേധിക്കപ്പെട്ട അവകാശങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണത്തിനും വേണ്ടി ഇലക്ഷൻ രാഷ്ട്രീയത്തെ ഉപയോഗിക്കാമോ എന്ന പ്രശ്നം ആലോചിക്കുകയുണ്ടായി. അതിനാണ് 1961 അനുകൂലമായ തീരുമാനമെടുത്തത്. പക്ഷേ എന്തുകൊണ്ട് നടപ്പാക്കുക എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അന്ന് ജമാഅത്തെ ഇസ്ലാമി അതിന് അണികളോട് ചോദിച്ചു, നമുക്ക് എത്ര വോട്ട് കിട്ടും? നമ്മൾ വല്ല കാര്യവും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ അംഗീകരിക്കാൻ മാത്രം നമ്മൾ ശക്തമാണോ? നമ്മൾ അതിന് മാത്രം വളർന്നിട്ടുള്ളോ എന്ന് പരിശോധിച്ചു. ഉണ്ട് എന്നന്ന് ബോധ്യമായില്ല. ഓരോ 4 കൊല്ലവും ജമാഅത്തെ ഇസ്ലാമി ഇതിന്റെ പ്രവർത്തകന്മാരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, നമുക്ക് ഈ രാജ്യത്ത് രാഷ്ട്രീയ ഭരണമേഖലയിൽ തെരഞ്ഞെടുപ്പിലൂടെ നിയാമകമായ സ്വാധീനം ചെലുത്താൻ മാത്രം നാം ശക്തമാണോ എന്ന്. അത് ബോധ്യമാകുന്നതുവരെ കാത്തിരിക്കുകയാണ് ചെയ്തത്. അത് ബോധ്യമായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അനുവാദം നൽകുകയുണ്ടായി. ആ അനുവാദം നൽകാനുള്ള കാരണം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഉത്തമമായ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അഥവാ നിഷേധിക്കപ്പെടുന്ന ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണം, സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണം, അതോടൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇതിന് വോട്ട് രേഖപ്പെടുത്താമെന്നാണ് തീരുമാനിച്ചത്. ആ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ആ വോട്ട് നൽകുന്ന സ്ഥാനാർത്ഥികൾ സാമാന്യന മൂല്യബോധമുള്ളവരാവണം, നല്ലവരാകണം എന്ന കാര്യം കൂടി തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ പലരും ധരിച്ചു മൂല്യമുള്ളവർക്ക് വോട്ട് നൽകുക എന്നതാണ് തെരഞ്ഞെടുപ്പ് അനുവദിച്ചതിന്റെ അടിസ്ഥാന കാരണമെന്ന്. അടിസ്ഥാന കാരണം അതല്ല. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണവും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണവുമാണ്. അത് ഇഖാമത്തുദ്ദീന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇഖാമത്തുദ്ദീന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ അനുമതി നൽകിയത്. അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട്, ഇപ്പോൾ മുസ്ലിങ്ങളും മറ്റുള്ളവരും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ ആയില്ലേ? യഥാർത്ഥത്തിൽ ഇവിടെയാണ് മൗലികമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായി പറയുന്നു, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടത്തിനാണെന്ന് വാദിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥ ഇസ്ലാമികമാണ്, ജാഹിലിയമാണ്, താവൂത്താണ്. അത് മാറ്റാൻ ആവശ്യമായ ബോധവൽക്കരണം ചെയ്യണം, ജനങ്ങളിൽ അതിനാവശ്യമായ പ്രചാരണം നടത്തണം. അങ്ങനെ നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാൻ ശ്രമിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് ശ്രമിക്കുന്നതോടൊപ്പം ആ ശ്രമങ്ങൾക്ക് ആവശ്യമായ സാഹചര്യവും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഖബറിന്റെ അടുത്ത് 2 ആളുകൾ ചെന്ന് നിൽക്കുന്നു. ഒരാൾ ഖബറിന്റെ ഉള്ളിലുള്ള ആളോട്, ഖബറിൽ കിടക്കുന്ന ആളോട് പ്രാർത്ഥിക്കാനാണ് ചെന്ന് നിൽക്കുന്നത്. മറ്റൊരാൾ ഖബറിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ചെന്ന് നിൽക്കുന്നത്. അത് കാണുന്ന ആളുകൾ പറഞ്ഞു, 2 കൂട്ടരും ഒരുപോലെയല്ലേ? അതുപോലെയാണ് ദീനും രാഷ്ട്രീയവും ഭരണവും ഒക്കെ ദുനിയാവിന്റെ കാര്യമാണ്. അത് ജനങ്ങൾക്കാണ് കൂടുതൽ അറിയുക, അവരെ തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കുവാൻ അനുവദിക്കുന്ന, അതിനെ ദീനുമായി ബന്ധിപ്പിക്കാത്ത ആളുകളും അതേസമയം അത് ദീനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രാഷ്ട്രീയവും ഭരണവും തീരുമാനിക്കാവൂ എന്നും, ദീനി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമെന്ന ഇസ്ലാമികമായ തീരുമാനമെടുത്തുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്നത് 2 വ്യത്യസ്തമായ അടിത്തറകളിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണ്.
ഇതിനെ വ്യത്യസ്തമായ നിലയിൽ കാണുവാനുള്ള ആദർശപരമായ ബോധമാണ് മുസ്ലിം സമൂഹം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് എനിക്ക് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ചെയ്യുന്നത് ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും ചെയ്യാനുണ്ടാവുക. പക്ഷെ നിങ്ങൾ അടിസ്ഥാനം തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനത്തെ തിരുത്തേണ്ടതുണ്ട്. ഭൗതിക കാര്യമാണ്, ദുന്യാവിന്റെ കാര്യമാണ്, ജനങ്ങൾക്കാണ് അറിയുക, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ അംഗത്തിനും മെമ്പർക്കും വ്യക്തികൾക്കും ഇഷ്ടം പോലെ വിട്ടുകൊടുക്കുന്നതിന് പകരം ഇസ്ലാമിക അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക, ദീനിന്റെ വെളിച്ചത്തിൽ നിൽക്കുക. ആ തീരുമാനം ദീനിയായ തീരുമാനമായി അംഗീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ആൾ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ അടിത്തറ നന്നാവേണ്ടതുണ്ട്. നിയ്യത്ത് നന്നാവാതെ, അടിസ്ഥാനം നന്നാവാതെ കാര്യം നന്നാവുകയില്ല എന്നാണ് എനിക്ക് മുജാഹിദ് സുഹൃത്തുക്കളോട് ഉണർത്തുവാനുള്ളത്. പണ്ടൊരു ചെല്ല് പറയാറുണ്ട് എന്ന് പറഞ്ഞാല് ഇലക്ഷൻ കാര്യത്തിൽ അവർ നടത്തിയ കരണം മറിച്ചില്ല ന്യായീകരിക്കാണ്. അവർ വോട്ട് ചെയ്യുമ്പോൾ ഇസ്ലാമിൽ വോട്ട് ഹലാൽ, അവർ വോട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വോട്ട് ഹറാം. ജമാഅത്തെ ഇസ്ലാമി പണ്ട് മുതലേ പറഞ്ഞ എന്താണ്, ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഇവിടുത്തെ വ്യവസ്ഥിതിയെ ഇസ്ലാമികമാക്കാൻ കഴിയുമെന്ന് തോന്നുന്ന കാലത്ത് മാത്രമേ ജമാഅത്തെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുള്ളൂ. അപ്പൊ ഹറാമോ ഹലാലോ തീരുമാനിക്കാനുള്ള മാനദണ്ഡം ഇപ്പൊ ഇയാൾ പറഞ്ഞെന്താ, ഓരോ 4 കൊല്ലം കൂടുമ്പോഴും ജമാഅത്ത് അതിന്റെ അംഗങ്ങളോട് ചോദിക്കും, നമുക്ക് വോട്ട് കൂടിയണോ, നമുക്ക് രാഷ്ട്രീയ പാർട്ടി നമ്മളെ പരിഗണിക്കാൻ മാത്രം വോട്ടുണ്ടോ. അത് ക്ലോസറ്റിലെ വെള്ളം പോലെയല്ലേ, കൂടില്ല കുറയില്ല. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനനുസരിച്ച് കുറച്ചാളെങ്കിൽ ആ ആള് കുറച്ച് കൂടിയിട്ടുണ്ട്, വോട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് പറഞ്ഞപ്പോ വോട്ട് ഹലാലാക്കി. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിലൊരു കാര്യം? പാർട്ടി പോളിസി ആണെങ്കിലേ കുഴപ്പമില്ല. ഖുർആനും ഹദീസും ഓതിയിട്ട് വോട്ട് ഹലാലും ഹറാമുമാക്കി നിങ്ങള്. എന്നിട്ടിപ്പോ പറയുന്ന എന്താ അറിയോ, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്യുന്നത്. നമ്മളെ വോട്ടും അവരെ വോട്ടും തമ്മിലെ വ്യത്യാസം എന്താണ്? മുജാഹിദുകൾ വോട്ട് ചെയ്യുന്നത് പരമാധികാരം രാജീവ് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഓരോ പരമാധികാരം അള്ളാഹ്ക്ക് മാത്രം. ഉളുപ്പുണ്ടോ ഇത് പറയാൻ? ഞങ്ങൾ എവിടെയാണ് എഴുതി വെച്ചത് മൻമോഹൻ സിംഗിനും അതുപോലെ സോണിയാഗാന്ധിക്കും ഇവർ രാഷ്ട്ര നേതാക്കൾക്കൊക്കെ പരമാധികാരം ഉണ്ടെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ അള്ളാന്റെ പരമാധികാരത്തെ നിഷേധിച്ചു എന്ന ഒരു ആരോപണം വെറുതെ പറയാണ്. അള്ളാഹ്ക്കാണ് പരമാധികാരം അബൂജഹൽ പോലും അംഗീകരിച്ച കാര്യമാണ്. മലക്കൂത്ത് കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും പരമാധികാരം ആർക്കാണെന്ന് നബിയെ ചോദിക്കുക. സയഖൂലുന ലില്ലാഹ്, അള്ളാഹുവിനാണെന്ന് അവർ പറയും. അവൻ ഞങ്ങൾ പരമാധികാരം അംഗീകരിച്ചിട്ടില്ല എന്നത് ഞങ്ങൾ പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല, ഞങ്ങളെ പേരിൽ ആരോപിക്കാണ്. നിങ്ങൾ പരമാധികാരം അംഗീകരിച്ചു എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കലായോ? വാസ്തവത്തിൽ അള്ളാഹുവിനാണ് പരമാധികാരം എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതേതര രാജ്യമാണ്, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. ആ മതവിശ്വാസത്തെ സംരക്ഷിക്കുന്ന, മതഗ്രന്ഥത്തെ സംരക്ഷിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ മുസ്ലിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതിന്റെ ഭാഗമാണ് വോട്ട് ചെയ്യലും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. പിന്നെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തത് മുസ്ലിങ്ങളുടെ അസ്തിത്വ പരിരക്ഷക്കും സുസ്ഥിതിക്കും വേണ്ടിയാണ്, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതന്നല്ലേ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾ ആദ്യകാലത്തെ പറഞ്ഞത്. നമ്മൾ മുസ്ലിങ്ങളായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ അസ്തിത്വം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കണം, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മുടേതായ പങ്ക് വഹിക്കണം എന്നല്ലേ ഇവിടുത്തെ മുസ്ലിം നേതാക്കൾ പറഞ്ഞത്. അന്ന് നിങ്ങളത് ശിർക്കാക്കി തള്ളി. ഇപ്പൊ നിങ്ങൾ പറയാണ് മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അത് ഇഖാമത്തുദ്ദീന്റെ ഭാഗമാണ്. ഞങ്ങൾ പിന്നെ ദീനിന്റെ ഭാഗമല്ല എന്നുള്ള നിലക്കാ മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ട ഇടപാടുകൾ ചെയ്യുക എന്നത് എല്ലാ കാലത്തും മുസ്ലിം നേതാക്കൾ കൂടിയാലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അന്നതിനെ പിന്നിന്ന് കുത്തി ഇപ്പൊ അതേ വാചകം പറഞ്ഞ് രംഗത്ത് വരികയാണ്. പിന്നെ 3-ാമത്തെ കാര്യം, അവർ മൂല്യം നോക്കിയാണ് കൊടുക്കുന്നത്. എന്നിട്ടോ അവിടെ നിങ്ങൾ നിന്നോ, അവർഗീയക്കാരൻ, നീതി പാലിക്കുന്നവൻ, അഴിമതിയില്ലാത്തവനൊക്കെ പറഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കി ഇതിൽ ഒപ്പിടിക്കല, ഇതിൽ ഒപ്പിട്ട് കൊടുത്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ. എന്നിട്ടോ മൂല്യോമീറ്റർ വെച്ച് രാഷ്ട്രീയക്കാരെ അളന്നു, മൂല്യമുള്ളവന് മാത്രം. എന്നിട്ടോ പല മുന്നണിയിലും പെട്ട പലർക്കും വോട്ട്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ കാലത്ത് വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഞങ്ങളെ വോട്ട് കൊണ്ട് 3 കോൺഗ്രസ്സുകാർ ജയിച്ചു, 4 ലീഗുകാർ ജയിച്ചു, 3 ജനതാദൾ ജയിച്ചു, 10 CPM ജയിച്ചു, 6 CPIക്കാർ ജയിച്ചു. എന്തിനാ ഇത്? ആര് ജയിച്ചാലും അമ്മായിക്ക് ചെല്ല, മോനെ അമ്മായിന്റെ വോട്ട് ഉണ്ട് ട്ടാ. അതിനുള്ള കള്ളക്കളിയായിരുന്നത്. ഏത് മുന്നണിക്കും ഞങ്ങളെ വോട്ടുണ്ട്. അവസാനം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം സത്യസന്ധമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിന് നിങ്ങൾ ഉറച്ചു നിന്നില്ല? അത് നിങ്ങൾ വിട്ടില്ലേ? അവസാനം ഒരു പക്ഷത്തിന് തീരെ എഴുതി കൊടുക്കാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന് തീരെ എഴുതി കൊടുക്കുന്നു, മൂല്യം നോക്കിയിട്ടല്ല. മൂല്യത്തിന്റെ കഥ പറഞ്ഞാലുണ്ടല്ലോ, അബ്ദുസ്സമദ് സമദാനിയും കുഞ്ഞഹമ്മദും ഗുരുവായൂരിൽ മത്സരിച്ചു. അപ്പോ മഗ്രിബ് സിനിമയാക്കിയ സിനിമാക്കാരൻ കുഞ്ഞഹമ്മദിന് വോട്ട്, മഗ്രിബ് നിസ്കാരമാക്കി അബ്ദുസ്സമദ് സമദാനിക്ക് വോട്ടില്ല. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ NV ഇബ്രാഹിം മാഷും അഡ്വക്കേറ്റ് മുഹമ്മദും അരീക്കോട് കൗൺസിലിൽ മത്സരിച്ചപ്പോ
NV ഇബ്രാഹിം മാഷ് മുജാഹിദാണ്, അറിയപ്പെട്ട ദീനീ പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ ചിന്തകനാണ്, വിദ്യാഭ്യാസ അവാർഡ് നേടിയ ആളാണ്. അഡ്വക്കേറ്റ് മുഹമ്മദോ, അദ്ദേഹം അത്രയൊന്നും ദീനീ രംഗത്ത് അറിയപ്പെട്ട ആളും ദീനീ ചിട്ടുള്ള ആളൊന്നല്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇസ്യാഖ് കുരിക്കളും അഡ്വക്കേറ്റ് മുഹമ്മദും മത്സരിച്ചു. അപ്പൊ ഇസ്യാഖ് കുരിക്കൾക്ക് മൂല്യം, അഡ്വക്കേറ്റ് മുഹമ്മദിന് മൂല്യമല്ല. അപ്പൊ മുഹമ്മദ് ചോദിച്ചു, ഇബ്രാഹിം മാഷും ഞാനുമായിട്ട് മത്സരിച്ചപ്പോ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം, ഇബ്രാഹിം മാഷിക്ക് മൂല്യമല്ല. അങ്ങനെ വലിയ നിസ്കാരത്തിൽ നിന്ന് അത്ര ശ്രദ്ധ ഇല്ലാത്ത എനിക്ക് മൂല്യം, എന്റെ മൂല്യം ഇപ്പൊ ചാലിയാറിൽ ഒഴുകിപ്പോയോ, ഇപ്പൊ കുരിക്കൾക്ക് ആ മൂല്യം. അപ്പൊ മൂല്യം പറഞ്ഞാൽ കുരിക്കലാകുക എന്നുള്ളതാ എന്നുവരെ ചോദിച്ചില്ലേ ജമാഅത്തുകാരെ നിങ്ങളോട്? അപ്പൊ മൂല്യോമീറ്റർ വലിച്ചെറിഞ്ഞു, എന്നിട്ട് ഇപ്പൊ പതിച്ചു കൊടുക്കല. ഇനിയിപ്പോ പുതിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രംഗത്ത് വരാൻ പോവാണത്രേ. സന്തോഷം. ഇനി മതത്തിന്റെ മുഖം മൂടി എന്ന് ഞങ്ങൾക്ക് പറയണ്ടല്ലോ. സാക്ഷാൽ രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷെ എന്താ വ്യത്യാസം? ഖുർആനും ഹദീസും ഓദിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് മാത്രം, വേറൊന്നുമില്ല. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് മാറ്റിട്ട് ഇപ്പൊ സോളിഡാരിറ്റി ആക്കി. സോളിഡാരിറ്റി വന്നപ്പോ എന്നിട്ട് ഞങ്ങൾക്കെതിരെ ആക്ഷേപം, പള്ളിയിൽ ഒരു നേതൃത്വം, പള്ളിക്ക് പുറത്തിറങ്ങിയാൽ വേറൊരു നേതൃത്വം. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾക്ക് പള്ളിയിലും പള്ളിക്ക് പുറത്തും ഒരേ നേതൃത്വം തന്നെയാണ്. അബൂജഹലിന്റെ നേതൃത്വം സഹാബികൾ സ്വീകരിച്ചിരുന്നോ എന്നൊരു ചോദ്യവും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അംഗീകരിച്ചാൽ അതിനർത്ഥം അയാളുടെ മതവും അയാളുടെ വിശ്വാസത്തെ രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് പണയപ്പെടുത്തി കൊടുത്തു എന്നല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിൽ അധിഷ്ഠിതമാണ്. ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യൻ സെക്കുലറിസം അല്ല, അത് മതനിരാശമല്ല, മതനിഷേധമല്ല. എല്ലാ മതങ്ങളോടും ഭരണകൂടവും അതിന്റെ ഉത്തരവാദപ്പെട്ടവരും തുല്യ ദൂരം പാലിക്കുന്നതാണ്. രാഷ്ട്രത്തിന് പ്രത്യേക ഔദ്യോഗിക മതമില്ല. എല്ലാ മതവിശ്വാസികൾക്കും വളരാനും പ്രയാനുമുള്ള സാഹചര്യം രാഷ്ട്രത്തിൽ ബന്ധപ്പെട്ടവർ നൽകുന്നതാണ്. ഇതാണ് ഇന്ത്യൻ മതേതരത്വം. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും ആ പാർട്ടികളുടെ പ്രവർത്തകരുടെ മതത്തിൽ ഇടപെടാറില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരല്ലാത്ത ഏതൊരു പാർട്ടിയിലും തന്റെ ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരു മുസ്ലിമിന് പ്രവർത്തിക്കാം. അന്ന് അതിനെ നിങ്ങൾ എതിർത്തു. ഇപ്പൊ സോൾഡാറ്റ് ഉണ്ടാക്കിയപ്പോഴോ ഇവിടുത്തെ ജമാഅത്തുകാരൻ ഒരു പാർട്ടിക്കൊപ്പം, മറ്റേ ജമാഅത്തുകാരൻ മറ്റേ പാർട്ടിക്കൊപ്പം, ഇവിടെ ഒരു മുന്നണിക്ക് അപ്പുറത്ത് വേറെ മുന്നണിക്ക്. നിങ്ങൾക്കിപ്പോ എത്ര അബൂജഹലുമാരെ ഞങ്ങൾ അംഗീകരിച്ചത്? എത്ര നേതൃത്വത്തെ ഞങ്ങൾ അംഗീകരിച്ചത്? അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ക്ലിപ്പ്. അതുകൂടി ഒന്ന് കേൾപ്പിച്ചോളൂ, സമയം വൈകിയിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖിന്റെ ആ ചോദ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണാധികാരിയായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നിന്ന് നമസ്കരിക്കുന്ന അനുയായികൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരാൾ അബൂജഹലിന്റെ കൂടെ, ചില ആളുകൾ അബൂലഹബിന്റെ കൂടെ, വേറെ കുറെ ആളുകൾ ഉത്ബത്തിന്റെ കൂടെ, വേറെ ചില ആളുകൾ അബൂ താലിബിന്റെ കൂടെ, ഇങ്ങനെ പിരിഞ്ഞു പോയി അവർക്ക് വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും നിലനിൽക്കുകയും ചെയ്തിരുന്നില്ല. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും അവർ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വമാണ് അംഗീകരിച്ചിരുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അംഗീകരിച്ചിരുന്ന നേതൃത്വം പ്രവാചകന്റെ നേതൃത്വമായിരുന്നു. ഒരു ഇസ്ലാമിക സമൂഹം അംഗീകരിക്കേണ്ടത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വമാണ്. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല. അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. സഹോദരങ്ങൾ, മതനിഷേധികളുടെ, ഇസ്ലാമിന്റെ മറ്റ് ബഹുദൈവ വിശ്വാസികളുടെ അവരുടെ ഒന്നും നേതൃത്വം അംഗീകരിക്കാൻ പാടില്ല. എന്നാൽ സോളിഡാരിറ്റി വന്നപ്പോൾ ആരൊക്കെയാ പിന്തുണച്ചത്? ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവ് വന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? ഈ സോളിഡാരിറ്റി കുട്ടികൾ ഞങ്ങളെ നരകത്തിലേക്ക് വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ്. ആരാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്? ആരാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്? ദൈവമില്ല, മതമില്ല, പരലോകമില്ല എന്ന് പറയുന്നവർ. മറ്റൊരു നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ വളരെയേറെ പ്രശംസിക്കുന്നു സോളിഡാരിറ്റിക്കാരെ. പല വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ ആരംഭിക്കാറുള്ളത്, സമരങ്ങൾ ആരംഭിക്കാൻ രക്തസാക്ഷി മണ്ഡപത്തിന് കൊളുത്തിക്കൊണ്ടുവന്നിട്ടാണ്. എന്നാൽ ഇവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് പ്ലാച്ചിമടയിൽ പോയി സന്ദർശനം നടത്തിയിട്ടാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അമീർ ആരിഫ് അലി പറയാണ്, നമ്മൾ പോരാടാൻ വേണ്ടിയുള്ളവരാണ്, പോരാട്ടമാണ് നമ്മുടേത്, എല്ലാ പോരാട്ട പ്രസ്ഥാനങ്ങൾക്കും നമ്മുടെ പിന്തുണയുണ്ട്, എല്ലാ പോരാളികളുടെയും കൂടെയാണ് നമ്മൾ. ലോകത്ത് എന്തെല്ലാം പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. യുവത്വം പോരാടാനുള്ളതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നവര്. യുവത്വം പോരാടാനുള്ളതാ? അത് ഖുർആനിലുള്ളതാ? ഹദീസാ?
സഹാബിന്റെ വാക്കാ യുവത്വം പോരാടാനുള്ളത്. അങ്ങനെ യുവത്വം മുസ്ലിമായി ജീവിക്കാനുള്ളതാ. പോരാടേണ്ടടുത്ത് പോരാടണം. ജിഹാദ് എന്നാണോ പോരാട്ടത്തിനർത്ഥം എങ്കിൽ അത് യുവത്വത്തിൽ മാത്രം പോരാ. അത് പ്രായം ചെന്നാലും വേണം, ആണിനും വേണം, പെണ്ണിനും വേണം, കുട്ടിക്കും വേണം, എല്ലാവർക്കും വേണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജിഹാദ് വേണം. പക്ഷെ ഇവരുടെ പോരാട്ടം എന്തിനെതിരില്ല? കരിമണൽ ഖനനത്തിനെതിരെ, പ്ലാച്ചിമടക്കെതിരെ, കൊക്കക്കോളക്കെതിരെ, എക്സ്പ്രസ് ഹൈവേക്കെതിരെ. ഇതാണ് ഇവരെ പോരാട്ടം. അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്താൻ തയ്യാറാണ്. മുഖാമുഖം, വാദപ്രതിവാദം, സംവാദം, എത്രയോ ചോദ്യങ്ങളും ചോദിക്കാം. വിഷയം എക്സ്പ്രസ് ഹൈവേ. എത്ര ചോദ്യം ചോദിക്കാം, വിഷയം എക്സ്പ്രസ് ഹൈവേ. അപ്പൊ ഈ രൂപത്തിൽ കൊക്കക്കോളയെ സംബന്ധിച്ചും കരിമണൽ ഖനനല്ലാതെ ഇവർക്ക് ദീനിനെ കുറിച്ച് എന്താ പറയാൻ അവകാശം? എന്നിട്ട് ഇസ്ലാമിന്റെ മുഖം മൂടി അണിഞ്ഞിരിക്കുക. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നുണ്ട് ഒഴിവാക്കിയിട്ട് ജമാഅത്തെ മൗദൂദി എന്നാക്കണം. മൗദൂദി കൊണ്ടുവന്ന തീവ്രവാദ ആശയങ്ങളാണ് പിൽക്കാലത്ത് ഭീകര പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വഴിമരുന്നിട്ടത് എന്നത് ഇന്ന് പരസ്യമായ രഹസ്യമാണ്. ഷിയാ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമെന്ന് ഞങ്ങൾ പലവരും തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അത് തെളിയിച്ചു കൊണ്ടേയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഷിയാക്കളിൽ നിന്നാണ് മൗദൂദി ആശയം കടമെടുത്തത്. ഇത് അഹ്ലുസുന്നത്തിന്റെ ആശയമേ അല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ യോജിക്കുന്ന വിഷയങ്ങൾ വളരെ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രബോധനത്തിന്റെ അവസാനത്തിൽ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആലാവിന്റെ അനുഗ്രഹമായി ഒരുപക്ഷെ ഇസ്ലാമിക ഭരണവും നൽകിയേക്കാം. അതുമാത്രം, അതൊരനുഗ്രഹമാണ്. ഇത് മാത്രമാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ എല്ലാവിധ കാര്യങ്ങളെ സംബന്ധിച്ചും ഒന്നും വിടാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രായോഗികമല്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. കട്ടവന്റെ കൈമുറിക്കണമെന്ന ക്രിമിനൽ നിയമം അത് നടപ്പിലാക്കാൻ നമുക്ക് ബാധ്യതയില്ല. കാരണം നമുക്ക് ഭരണമുള്ളവരോടുള്ള കൽപ്പന. അത് കല്യാണം കഴിച്ചാൽ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കല്യാണം കഴിക്കാത്തവന് ബാധക എന്നതുപോലെ ഭരണകൂടമില്ലാത്ത നമുക്ക് ബാധ്യമല്ല. പക്ഷെ ഇവർ പറയുന്നത് എന്താ? കട്ടവന്റെ കൈകൊത്തു എന്ന ആയത്തിങ്ങനെ ഓതിയാ പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കണം. എന്നിട്ടോ ഇപ്പൊ ചെയ്യുന്നതോ ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ജനാധിപത്യം തകരുന്നതിനെ സംബന്ധിച്ച് മുറവിളി കൂട്ടുകയാണ്. മൗദൂദി പറഞ്ഞതോ ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒരു പോയിന്റുമില്ല, മതേതരത്വവും ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒരു പോയിന്റുമില്ല. എവിടെ മതേതരത്വമുണ്ടോ അവിടെ ഇസ്ലാം ജലരേഖയായിരിക്കും. അതിന്റെ തത്വങ്ങളും ഇതിന്റെ തത്വങ്ങളും തമ്മിൽ സമരത്തിലാണ്. അപ്പോൾ ജമാഅത്തുകാർ വിശദീകരിച്ചു, ആ പറഞ്ഞത് പാശ്ചാത്യ മതേതരത്വത്തെ പറ്റിയാണ്. അല്ലേ അല്ല, ഇസ്ലാം ഇന്ത്യ ഗവൺമെന്റ് രൂപപ്പെടുകയും ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാവുകയും ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട മതേതരത്വം എന്താണെന്ന് വ്യക്തമായി ഇന്ത്യയുടെ നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷവും മതേതരത്വത്തോടുള്ള നിഷേധാത്മക സമീപനം മൗദൂദി തുടർന്നിട്ടുണ്ട് എന്നതിന് ഞങ്ങളുടെ കൈവശം രേഖകളുണ്ട്. ഇപ്പൊ കുടുങ്ങുമ്പോ പറയാണ് അത് പാശ്ചാത്യൻ മതേതരത്വമാണ്. എന്നാ പാശ്ചാത്യ ലോകത്ത് പറഞ്ഞാൽ പോരടോ, എന്തിനാ ഇന്ത്യയിൽ അത് കൊണ്ടുവന്നത്? ഇന്ത്യൻ മതേതരത്വം തന്നെയാണ് നിങ്ങൾ എതിർത്തത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. സഹാബികളെ ചീത്ത പറയുന്ന അഹ്ലുസുന്നത്തിന്റെ മാതൃകയിൽ നിന്നും തെന്നിത്തെറിച്ചു പോയ ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിനർത്ഥം പറയാം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന ഇസ്ലാമിനെ അവരവരെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി, പക്ഷെ ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് വെറുപ്പാണെങ്കിലും ശരി. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹുവാകുന്നു സത്യവുമായും സന്മാർഗവുമായും തന്റെ ദൂതനെ നിയോഗിച്ചത്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ഈ ദീനിനെ മറ്റെല്ലാ ദീനിനേക്കാളും ഉയർത്തി കാണിക്കുവാൻ, പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവവാദികൾക്ക് അത് ഇഷ്ടമില്ലെങ്കിലും ശരി. അതുകൊണ്ട് ഇസ്ലാമിനെ എല്ലാ മതങ്ങളെക്കാളും ഉയർത്തി കാണിക്കുകയും ഇസ്ലാമിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുകയും യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം വിവരിച്ചു കൊടുക്കുകയും തെറ്റിദ്ധാരണകൾ അകറ്റി സഹോദര സമുദായങ്ങൾക്ക് കൂടി ദഅവത്തെത്തിക്കുകയുമാണ് ഇസ്ലാഹി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. അത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഖുൽ ഹാദിഹി സബീലി, പ്രഖ്യാപിക്കു പ്രവാചകരെ, ഇതാകുന്നു എന്റെ മാർഗം. ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു പരിശുദ്ധനാണ്. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു ആയത്തോതിയപ്പോ
ഫദ്രിബി അസാക്കൽ ഹജറ എന്ന് ഓതേണ്ട അടുത്ത് ഫദ്രിബി അസാക്കൽ ബഹറ എന്ന് ഓതി എന്നൊരു സഹോദരൻ ചൂണ്ടിക്കാണിച്ചു. തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ അത് ക്ലിപ്പാക്കാൻ നിൽക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കിൽ നിന്നും മുക്തമായിക്കൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ചു പോരാടുവാൻ ഈ പ്രദേശത്ത് ഒരുപാട് ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകയായിരിക്കണം. നാട്ടിനും ഇസ്ലാമിനും വേണ്ടി മാതൃകാ പുരുഷന്മാരായി നിലകൊള്ളാൻ നിങ്ങൾ തയ്യാറെടുക്കണം. അതിന്റെ മുമ്പിലുള്ള എല്ലാ എതിർപ്പുകളെയും നിങ്ങൾ തൃണവൽഗണിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ പ്രയത്നത്തിൽ അള്ളാഹുവിന്റെ എല്ലാവിധ സഹായങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റേതായ പ്രത്യേക റഹ്മത്ത് ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسول المصطفى محمد وعلى آله وصحابته أجمعين وآخر دعوانا